വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്നും വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയെന്നാണ് മാത്യുവിന്റെ പുതിയ ആരോപണം. സഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടി മാത്യു കുഴൽനാടൻ. മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. മാസപ്പടി എന്ന് പറയുമ്പോ നമ്മളിപ്പോ CMR-ൽ നിന്നും വാങ്ങിയതിനെ കുറിച്ചല്ലേ നമ്മൾ കേട്ടത്. ഞാൻ ഒരു രേഖ ഈ സഭയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ROC അയച്ച ഒരു നോട്ടീസിൽ പറയാണ്, from the bank statement produced, it could be seen that company has been regularly, almost every month, receiving amount from various charitable organizations, institutions, etc. Sir, നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസം അയച്ച രേഖയാണ്. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു വാക്കും സഭാരേഖയിൽ ഉണ്ടാവില്ല. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ അംഗീകരിക്കാൻ കഴിയുക? ബഹുമാനപ്പെട്ട ഉന്നത നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, വീണ്ടും നിയമസഭയിൽ CPM-ഉം മാത്യു കുഴൽനാടനും മുഖാമുഖം എത്തുകയാണോ? പുതിയ വിവാദം, പുതിയ വിവരങ്ങൾ. ഈ വിവാദം തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും മകൾക്കുമെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വന്നുവെങ്കിൽ പിന്നീട് കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി മാത്യു കുഴൽനാടനെ 2 അടി പിന്നോട്ട് നിർത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനാവില്ല എന്നുള്ള കോടതിയുടെ ഒരു നിരീക്ഷണമാണ് CPM-നെയും മുഖ്യമന്ത്രിയെയും മകളെയും എല്ലാം സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം വീണ്ടും കോടതിയിലെത്തിയപ്പോൾ കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയക്കാൻ ഒരു തീരുമാനമെടുത്തു. അത് മുൻനിർത്തിയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് അത്യന്തം ഗുരുതരമായ ഒരു ആരോപണം കൂടി മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉന്നയിച്ചത്. അതിൻ്റെ രേഖ ഈ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖയിൽ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയത്തിൽ നിന്നടക്കം മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന വിവരം ആ രേഖയിലുണ്ട് എന്ന് മാത്യു പറഞ്ഞു. ആ രേഖയടക്കം എടുത്ത് ഉയർത്തിക്കാട്ടിയായിരുന്നു മാത്യുവിൻ്റെ പരാമർശങ്ങൾ. ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എന്നും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച പാടില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ നിർദ്ദേശം. സ്പീക്കറും മാത്യു കുഴൽനാടനും തമ്മിൽ തർക്കമായി. താൻ എന്ത് പറയണമെന്ന് താനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു മാത്യുവിൻ്റെ സ്പീക്കർക്കുള്ള മറുപടി. ഒടുവിൽ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്താണ് മാത്യുവിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് മന്ത്രി P. രാജീവിന് സംസാരിക്കാൻ അവസരം നൽകുകയായിരുന്നു. എന്തായാലും ഈ വിഷയം അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ മുതൽ മാത്യുവും സ്പീക്കറും തമ്മിൽ വലിയ തർക്കം നടന്നു. സഭയിൽ വലിയ തോതിലുള്ള ഭരണപക്ഷ പ്രതിപക്ഷ ബഹളവും ഉണ്ടായി. മാധു, അമൽ, ഇപ്പോ നേരത്തെ എക്സാലോജിക് വിഷയം, അതിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ച വിഷയം കൂടി സഭയിൽ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വിവിധ ചാരിറ്റി സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പണം വാങ്ങുന്നു എന്നൊരു കാര്യം ഉന്നയിച്ചത്. ഇത് ഏത് ചർച്ചയുടെ ഭാഗമായാണ്? പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തു പറയാൻ കഴിയില്ല എന്ന് സ്പീക്കർ വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ ഇത് അവസാനിച്ചത്? മാധു, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ അത്തരം ചർച്ച നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും രാഷ്ട്രീയ വിഷയങ്ങൾ പലരും ഉയർത്തുന്നതാണ്. ഇന്നും സംസാരിച്ച ഭൂരിപക്ഷം ആളുകളും ഈ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിലയിരുത്തലും പരസ്പരം ആരോപണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മാത്യുവിന് മൈക്ക് ലഭിച്ച സമയത്ത്, മാത്യുവിന് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ മാത്യു തുടക്കത്തിൽ വ്യവസായ വകുപ്പിൻ്റെ കാര്യം സംസാരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി സഭയിൽ തന്നെ നടത്തിയ ഒരു പരാമർശമുണ്ട്. മാത്യു കുഴൽനാടൻ സഭയിൽ തന്നെ നടത്തിയ ഒരു പരാമർശമുണ്ട്. ഈ പുറത്തു വന്ന രേഖകളിൽ, ROC-യുടെ രേഖകളിൽ പറയുന്നതനുസരിച്ച് ഉള്ള ഒരു PV ഉണ്ട്, ഒരു ഷോർട്ട് ഫോം, പണം നൽകിയ ആളുകളുടെ പട്ടികയിലുള്ള PV ഉണ്ട്. ആ PV താനല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയായിരുന്നു. പക്ഷേ ആ PV താനല്ല എന്ന് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ ഒരു അവസരം ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുകയാണ്. കോടതി വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് താനല്ല എന്ന് കോടതിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അങ്ങനെ താനല്ല ആ PV എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണെങ്കിൽ, പിണറായി വിജയൻ വ്യക്തമാക്കുകയാണെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന മാത്യു വീണ്ടും അക്കാര്യം സഭയിൽ ആവർത്തിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്, സംസാരിക്കാൻ പാടില്ല എന്ന് സ്പീക്കറുടെ നിർദ്ദേശം വന്നു. കീഴ്വഴക്കവും ചട്ടവും അനുസരിച്ച് മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതായിരുന്നു സ്പീക്കർ വ്യക്തമാക്കിയത്. അപ്പോഴും മാത്യു കുഴൽനാടൻ വഴങ്ങാൻ തയ്യാറായില്ല. താൻ ഇവിടെ സംസാരിച്ച വിഷയമാണ്. ആദ്യഘട്ടത്തിൽ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായപ്പോൾ വലിയ തോതിൽ തനിക്കെതിരെ സൈബർ ആക്രമണം അടക്കമുണ്ടായി. പക്ഷേ ഇപ്പോൾ താൻ പറഞ്ഞത് ശരിയാണ് എന്ന് കോടതി കൂടി ശരിവെക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് കോടതി നോട്ടീസ് അയച്ച വിഷയം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ പുതിയ ഗുരുതരമായ ആരോപണം മാത്യു ഉന്നയിക്കുന്നത്. അത് ROC കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഉള്ള കാര്യമാണ് എന്നുള്ളതാണ് മാത്യു പറയുന്നത്. ആ രേഖകൾ മാധ്യമങ്ങൾക്ക് മാത്യു ഇതുവരെയും കൈമാറിയിട്ടില്ല.
സഭയിലെടുത്ത് ഉയർത്തിക്കാണിച്ച രേഖയാണ്. ആ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ നിന്നും മറ്റുമായി വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ ചില അനാഥാലയങ്ങളിൽ നിന്നടക്കം വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയത് എങ്ങനെ അംഗീകരിക്കാനാകും എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ സ്പീക്കറുമായി തർക്കം നടക്കുന്നതിനിടെയാണ് ഇതെല്ലാം പറയുന്നത്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മാത്യുവിന് പ്രസംഗം പൂർത്തീകരിക്കാൻ അവസരം നൽകിയില്ല സ്പീക്കർ. എന്തായാലും മാത്യു പറഞ്ഞ കാര്യങ്ങളൊന്നും സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്ന ഒരു റൂളിംഗ് നടത്തി സ്പീക്കർ എന്തായാലും മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. പിന്നീട് മന്ത്രി പി രാജീവിന് സംസാരിക്കാൻ അവസരവും നൽകി. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ സഭയിൽ.